എന്റെ പൊന്നുടപ്പറന്നമാരെ, നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. ഓരോ ജീവികൾ ഓരോ ദിവസം തള്ളി നീക്കാൻ വേണ്ടി കാണിക്കുന്ന അംഗങ്ങൾ ഉണ്ടല്ലേ, കണ്ടുപോക്ക്. രാവിലെ ഒരു പീസ് കേക്ക് കഴിച്ചു, ശേഷം 3 ഇലയപ്പവും പിന്നെ ഒരു പീസ് കേക്ക് കഴിച്ചു. ഫുഡ് വേണമെന്നാ പറയുന്നേ. പിന്നെ ഒരു പേഴ്സമൻ ഫ്രൂട്ടും കഴിച്ചുകൊണ്ട് സൈറ്റിലോട്ട്. അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. സൈറ്റിൽ വെച്ച് കുറിക്കാൻ കൊണ്ടുപോയ അവലീസുണ്ടെ ബദാമും കാഷ്യൂ റോളും സോനം പപ്പടിയും ഒക്കെ കഴിച്ചു. തൊണ്ടക്കിരുന്നപ്പോ പുറത്തൊരു കടയിൽ പോയി ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് ഒരു ഗ്ലാസ് സോഡ സർബത്ത് വാങ്ങിച്ചു കുടിച്ചു. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. കഴിച്ചിട്ടില്ലാത്തോണ്ട് 2 കണ്ണുമിഠായിയും. 1 മണിക്ക് വീട്ടിൽ വന്നപ്പോ കേക്ക് ആർക്കും വേണ്ടാത്തോണ്ട് അത് വാങ്ങിച്ചു കഴിച്ചു. തൈരിനകത്ത് ചുട്ടമുളകൊക്കെ ഇട്ട് ഏതാണ്ട് ഒരു കറി തന്നു, അതും വാങ്ങിച്ചു കഴിച്ചു. ഞാൻ ആരോ ഏട്ടാ. പണം എനിക്കൊരു പ്രശ്നമല്ല. ശേഷം ലഘുവായ ഒരു ഊണ് കഴിച്ചു. ഡങ്ക. പിന്നെ ബാക്കി ഇരുന്ന ചീനുവറ്റിലും ബ്ലാത്തിയും കിട്ടി. ഇച്ചിരി അലുവയും കൂടെ തിന്ന് സൈറ്റിലോട്ട്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നോ നടന്നത്. 4 മണിക്ക് സൈറ്റിൽ നിന്ന് ഒരു ഏത്തക്കാപ്പവും ചായയും കിട്ടി. മുറിവുള്ള പാത്രത്തിൽ കൊണ്ടുപോയി 2 ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു വീട്ടിൽ വന്നു. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 7 മണിക്ക് ഇത്തട ലേഹവും വാങ്ങി കരുനാപ്പള്ളിയിലോട്ട്. പോകുന്ന വഴി കടയിൽ കയറി 4 നെയ്പത്രി ഇച്ചിരി ചീനിയും വാങ്ങി. അതിൽ ഇത്ര മുട്ട കഴിക്കണോ? വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടല്ലേ. ആദ്യം നെയ്പത്രിയാണ് കഴിച്ചത്. ഗ്രേവി ഒക്കെ ആയിട്ട് കഴിച്ചു. ശേഷം ബോട്ടിയും കൂട്ടി ചീനിയും അടിച്ചു. അപ്പോഴത്തേക്കും ലെഗ് പീസ് വന്നായിരുന്നു. ഇത് തീർന്നില്ലേ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. അപ്പോഴത്തേക്കും ലെഗ് പീസ് വന്നായിരുന്നു. അതുകൂടെ കഴിച്ചപ്പോൾ വിശപ്പ് കിട്ടു. സന്തോഷമായി. പിന്നെ 3 പൊറോട്ടയിൽ ഒതുക്കി. അത് കഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞൻ പ്ലേറ്റ് ബോട്ടിയും കൂടെ വാങ്ങിച്ചു. ബിരിയാണി ഉണ്ടാക്കുന്നിടത്ത് എങ്ങനെ പോയി നോക്ക്. എലിയുടെ വായ ആനയുടെ വയറും ഒക്കെ അവിടെ നിന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടാവും. ബാക്കി ഇരുന്ന പൊറോട്ട ഗ്രേവിയും കൂട്ടി അടിച്ച് ഇച്ചിരി ജീരക സോഡയും കൂടെ കുടിച്ച് പാഴ്സലും വാങ്ങി പിന്നെ വീട്ടിലോട്ട് പോയി. അല്ലട മോനെ, നീ ജീവിക്കാൻ വേണ്ടി തിന്നുന്നോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു? അച്ഛാ, ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ഛൻ മകനോട് കണക്ക് പറയരുത്. പക്ഷേ പലചരക്ക് കടക്കാരൻ എന്നോട് കണക്ക് പറയുന്നു. നല്ല മഴയായിരുന്നു. വീട്ടിലെത്തിയിട്ട് 9 മണിക്ക് ഒരു കിവിയും റോബസ്റ്റ് ഏത്തക്കയും മാത്രം കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു. പോയി കിടന്നു ഉറങ്ങു വേണ്ടേ പ്ലീസ്. 10 മണിക്ക് തകർത്തൊരു മഴ പെയ്തു. പിന്നെ ഒരു വൈബിനെ കട്ടന് വനത്തി വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിയ പൊറോട്ടയിൽ നിന്ന് 3 എണ്ണം എടുത്ത് ഇച്ചിരി ബോട്ടി റോസ്റ്റ് വേറെ എന്തൊക്കെയോ അരപ്പും കൂടെ ചേർത്ത് കഴിച്ചു. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. പിന്നെ ഇത്തിരി സ്പ്രൈറ്റും കുടിച്ച് ദഹിക്കാൻ ഇച്ചിരി ഓറഞ്ചും തിന്ന് സിനിമ കാണാൻ റൂമിലോട്ട് പോയി. ഇപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞ് കിടന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ വഴക്കായ? ഭക്ഷണവുമായിട്ടുള്ള യുദ്ധം. ഉണർന്നാലുടൻ ഭക്ഷണം ചോദിക്കും, ഇല്ലെങ്കിൽ എന്നെ തിന്നും. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു. എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞാണ് ഈവനിങ് കരുനാപ്പള്ളിയിലോട്ട് ഇറങ്ങിയത്. കയറുന്നതിന് മുമ്പ് വണ്ടി ഓടിച്ചു വന്ന ക്ഷീണത്തിന് എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് ഞാൻ പറഞ്ഞു. ഇറാനി പോളയും ബോക്സോ കോമ്പസോ ഏതാണ്ടൊക്കെ ഇരിപ്പോ ഉണ്ടായിരുന്നു. എല്ലാം ഓരോന്ന് വെച്ച് പറഞ്ഞു. ഒരു സുനാമിയോ? ആ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച സുലൈമാനി. പിന്നെ ഒരു കോഴി ചിക്കൻ 65. ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള വിവരം കൂടെ കുടിക്കാൻ വേണ്ടി ഒരു ചായയും കൂടെ വാങ്ങിച്ചു. അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഉമ്മാക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സും കൂടെ എനിക്ക് കിട്ടി. അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ ലൈമിന് പറഞ്ഞപ്പോ ഗ്രേപ്പ് ഇട്ട് ഒരു ലൈമ് തന്നു. ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞ് അതും വാങ്ങിച്ചു കുടിച്ചു. ശേഷം വക്കുപോയ ഒരു ഇറാനി പോളയും കൂടെ വാങ്ങിച്ചു കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഉമ്മ കടയിൽ കയറണമെന്ന് പറഞ്ഞ് വെപ്രാളം പിടിപ്പിച്ചു. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആ വെപ്രാളത്തിന് പോയ വഴി ഇഞ്ചി മുട്ടായി വിൽക്കുന്ന കണ്ടു. ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ. അവിടെ നിന്ന് വെപ്രാളം പിടിച്ച് തുണിയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവിടോട്ട് വന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റും കലക്കിട്ട് പായസം എന്ന് കുടിപ്പിച്ചാലോ? അന്നനാളാണെങ്കിൽ കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്കൊന്ന് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്. പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ നിന്ന് പഴം നിറച്ചത് ആദ്യം വാങ്ങിച്ചിട്ട് ബാക്കി സാധനങ്ങൾ കുറെ പാഴ്സലും പറഞ്ഞു. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവേശത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. എന്നാലും തീരാതെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞ് അതും കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പാഴ്സലും കൊണ്ടുപോയി. എനിക്കിത് കാണാൻ വയ്യേ.
ഫ്രഷ് ആയോ കുറുവാസംഗം ഒന്നും വന്ന് എടുത്തോണ്ട് പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഇനിയെങ്ങാനും വന്നാലോ എന്നും പറഞ്ഞ് ഞാനൊരു ബ്രെഡ് പോക്കറ്റ് ആദ്യം കഴിച്ചു. ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പിന്നൊരു ഏലാഞ്ചിയും ഉന്നക്കയും കഴിച്ചിട്ട് ബാക്കി ഉമ്മാക്കും വാപ്പാക്കും കൊടുത്തു. ഫ്രഷ് ആയി വന്നപ്പോൾ പണിയുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് കഴിക്കാതായിരുന്നു പോയത്. അത് ഒതുക്കി തീർത്തിട്ട് ഒരു കുഞ്ഞായില എടുത്ത് പ്ലേറ്റിലോട്ട് ഇട്ടു. നിനക്കൊന്നും വേണ്ട സോളമ, ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. 2 പഴവും കൂടെ എടുത്ത് തിന്നാന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് പച്ചക്കായ 2 ദിവസം ഇരുന്നൊന്ന് പഴുക്കട്ടേന്ന്. അതിന് 48 മണിക്കൂറിന്റെ കാലതാമസം ഉണ്ടായിട്ട് അതും കൂടി ഇരുന്ന് കഴിച്ചു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. ഞാൻ ഇനിയും തിരിച്ചു വരും. ഒരളിയാ